ഈ അനുമോളുടെ ഈ ഒരു വിഷയം ഇതിവിടെ കളഞ്ഞേക്കാം എന്ന് കരുതിയതാണ്. പക്ഷെ എല്ലാവരും കമന്റ്സിൽ വന്നിട്ടും പിന്നെ അതുപോലെ തന്നെ കുറേയധികം റീൽസും ഒക്കെ ചെയ്ത് വീണ്ടും അതിനെ ഒരുമാതിരി മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അനുമോൾ ഫസ്റ്റ് ഓഫ് ഓൾ അനുമോൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, പിന്നെ ഒരു സ്ത്രീയാണ്. അതും ചിന്തിക്കുക. ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് ഈ 50 ദിവസം നിൽക്കുന്നതിന് മുന്നേ അവർക്ക് ഒരുപാട് ലൈഫ് ഉണ്ടായിരുന്നു. 11 വർഷം അവർ ഈ പറയുന്ന ഈ ലൈം ലൈറ്റിൽ നിന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ലൈഫിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിക്കോട്ടെ, അത് എക്സ് ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, അവരുടെ ഭാഗത്തോ ജീവന്റെ ഭാഗത്തോ ഒക്കെ തെറ്റുണ്ടായിക്കോട്ടെ, അത് ബിഗ് ബോസ് ഹൗസിലെ ഗെയിമുമായിട്ട് ചേർത്ത് വെച്ച് ആരും വായിക്കേണ്ട. അനുമോളെ കുറിച്ച് മറ്റുള്ള കുറെ ഗോസിപ്പ് എന്ന് പറയുന്നത് എന്തോ സ്റ്റാർ മാജിക്കില് തങ്കച്ചനോ അങ്ങനെ എന്തോ, അത് എനിക്ക് സ്റ്റാർ മാജിക് കണ്ട് ഞാൻ ശീലിച്ചിട്ടില്ലായിരുന്നു. സ്റ്റാർ മാജിക്കിലെ കുറച്ച് ഗോസിപ്സുകൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. സോ അത് വെച്ചിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ താല്പര്യവുമില്ല, എനിക്ക് അറിയത്തില്ല, ഞാൻ അറിയാത്ത കാര്യം പറയുന്നില്ല. ഇതൊക്കെ ഒരു പ്രോഗ്രാമിന്റെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ഒരു TV ചാനൽ കൊടുക്കുമ്പോൾ ആ പ്രോഗ്രാമിന്റെ ഒരു എയിം കാണും. അത് ചിലപ്പോൾ ഈ പറയുന്ന പ്രോഗ്രാമിൽ കിടന്ന് പങ്കെടുക്കുന്നവർക്ക് ബോധത്തോടൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയില്ല. നമ്മൾ ഒരാൾ കൺവിൻസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ പുറത്തു വരണം എന്നില്ല. ഇപ്പോൾ ഷാരിക, ആ ഒരു ഹോട്ട് സീറ്റ് ഷാരിക ബിഗ് ബോസിൽ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. ഈ പറയുന്ന ഷാരിക ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുകയാണ്. ആ പ്രോഗ്രാം നടത്തുമ്പോൾ ചാനൽ റീച്ച് കിട്ടാനും ചാനലിനൊരു റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് വേണമെങ്കിലും കാണിക്കും. പക്ഷെ ഇതിനകത്ത് പെട്ടുപോകുന്നത് ഈ മുഖം കാണിച്ചൊരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇതിന്റെയൊക്കെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഇതൊരു സ്വന്തം ചാനലൊക്കെ തുടങ്ങി അല്ലെങ്കിൽ ഇങ്ങനൊരു പേജൊക്കെ ഇട്ട് തുടങ്ങിയതിന് മുന്നേ തന്നെ ഞാനും വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഇതേ കണക്ക് വീഡിയോ ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അവിടെ നിന്നൊക്കെ വിട്ടുമാറുന്നത്. അതുകൊണ്ട് തന്നെ അനുമോളുടെ പിന്നാലെ അവിടെ എന്താണ് നടന്നത്, അനുമോൾ ചതിച്ചതാണോ, അങ്ങനെയുള്ള ഗോസിപ്സിന്റെ പിറകെ നിങ്ങൾ ദയവ് ചെയ്ത് പോകരുത്. ബിഗ് ബോസ് ഹൗസിലേക്ക്, ആ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഗെയിമിലേക്കും ടാസ്കിലേക്കും അവിടെ എന്താണ് നടക്കുന്നതിലേക്കും അതിലേക്ക് മാത്രം നിങ്ങൾ തിരിച്ചു വരിക. പിന്നെ അനുമോളിനെ കുറിച്ച് ഒരു അഡീഷണൽ കാര്യം പറയാനാണെങ്കിൽ, അനുമോള് ശരിക്കും ഈ ഒരു ജീവൻ വന്ന് അങ്ങനെ ഒരു ഹാപ്പി കപ്പിൾസ് എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ നടത്തുന്ന സമയത്ത് അനുമോളുടെ ഫീലിങ്സ് കൊണ്ടുപോയി സെല്ല് ചെയ്തില്ല, വിറ്റിട്ടില്ല. അനുമോള് ഒരിക്കലും അനുമോളുടെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്രഷനും കാണിക്കാതെ വളരെ കറക്റ്റായിട്ട് കണ്ണിങ് ആയിട്ട് അത് ലൈവില് അനുമോളുടെ ഫേസ് സൂം ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. ഇല്ലെങ്കിൽ അനുമോൾ എന്താണ് ചിന്തിച്ചതെന്ന് നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അനുമോളിന് ജീവനെ തിരിച്ചറിയാം. അവർ പരസ്പരം ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, അവർ പരസ്പരമുള്ള റീലുകൾ ഉണ്ട്, വൈറൽ ആയിട്ടുള്ള റീലുകൾ ഉണ്ട് എന്നറിയാവുന്നത് കൊണ്ടാണ് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് അനുമോൾ അതിനകത്ത് നിൽക്കുന്നത്. ഈ പറയുന്ന 72 ക്യാമറകൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം വളരെ അപ്രതീക്ഷിതമായിട്ട് അനുമോളുടെ ഫ്രണ്ടിലേക്ക് വരികയാണ്. അനുമോൾ പറയുന്ന വാക്കെന്ന് പറയുന്നത് എന്റെ ജീവിതം നശിപ്പിച്ച അല്ലെങ്കിൽ മരണത്തിലേക്ക് തള്ളിവിട്ട അങ്ങനെ എന്തൊക്കെയോ ഒരു കുറച്ച് വേർഡ്സുകൾ മാത്രം. അതും അങ്ങേയറ്റം പതുക്കെ പറഞ്ഞതിനെ ബിഗ് ബോസ് എടുത്ത് കേൾപ്പിച്ചതാണ്. അങ്ങനെ കേൾപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ കേട്ടത്. അല്ലാതെ ഇത് ലൈവായിട്ട് മാത്രം നടക്കുന്നതല്ല. ആ ലൈവിനെ അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കാൻ വേണ്ടി, നമ്മൾ അറിയാൻ വേണ്ടി തന്നെ ബിഗ് ബോസ് അത് നമ്മളെ കേൾപ്പിച്ചു തന്നു. അപ്പോൾ ഇത് അനുമോൾ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നമ്മളിത് ജെനുവിൻ ആയിട്ടൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇത് അനുമോൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ അത്രത്തോളം ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ കാരണമായ ഒരു വ്യക്തിയെ തന്റെ കൺമുന്നിൽ കണ്ടപ്പോൾ അനുമോൾ ഒന്ന് പതറിപ്പോയിട്ടുണ്ട്. ആ പതർച്ച നമ്മളെ ഒന്നും കാണിക്കാൻ ആഗ്രഹിക്കാതെ തന്നെ ആ നൂറ, ആദില, ഇപ്പോഴത്തെ അനുമോളുടെ 2 സുഹൃത്തുക്കൾ, അവരെയും വിളിച്ച് ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് മൈക്ക് മാറ്റി വെച്ച് ആ ഒരു സങ്കടം അത് എങ്ങനെയും ഷെയർ ചെയ്തോട്ടെ. അതൊരു മനുഷ്യനല്ലേ. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു സ്ത്രീയാണ്, ഒരു മനുഷ്യനാണ്. ആ ഒരു പരിഗണന കൊടുത്താൽ പോരെ. അങ്ങനെ അവിടെ ആ സംഭവമാണ് നടക്കുന്നത്. അതിനുശേഷം അനുമോള് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം പോലും എവിടെയും ഒരു കാര്യവും എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ കരുതി ഷാനവാസിനോട് പറയാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ ഷാനവാസ് പോലും ആ ഒരു വിഷയം അവിടെ സംസാര വിഷയമാക്കിയിട്ടില്ല. മേക്കപ്പ് ചെയ്യാനായിട്ട് അനുമോളെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അനുമോളും ഷാനവാസും അങ്ങനെ പോകുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ അവർ തമ്മിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തില്ല. അനുമോൾ അതവിടെ വിട്ടു. പിന്നെ ജീവൻ വന്നിട്ട് ആദില, നൂറ ഇവരുടെയൊക്കെ ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അനുമോള് തള്ളി മാറി തിരിഞ്ഞു പോകുമ്പോൾ അനുമോളുടെ പിറകെ പോയി ജീവനാണ് കൈ കൊടുത്തത്. ജീവൻ അപ്പോൾ ഒരു ഉളുപ്പും തോന്നിയില്ലല്ലോ. അതായത് ജീവന് അനുമോളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിന്നു. അപ്പൊ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വിഷമമുള്ളതും ഏറ്റവും കൂടുതൽ ഹേർട്ട് ആയതും അനുമോൾക്കാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം അനുമോൾ അതവിടെ സെല്ല് ചെയ്യാൻ, വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ജീവൻ നിർബന്ധമായിട്ട് അനുമോളെ പിടിച്ച് ഷെയ്ക്കാൻ കൊടുത്തപ്പോഴും അനുമോൾ നിന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അനുമോളുടെ കാര്യം നോക്കി. അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇതിനെ വളച്ചൊടിച്ച് പലതരത്തിലൊന്നും ഒരു ആംഗിളിലും ഫോട്ടോ എടുത്തിടാൻ
ഇടാനോ റീൽ എടുത്തിടാനോ ഒന്നും ഒരു കാര്യവും ഇല്ല. അനുമോളുടെ ഗെയിമിലേക്ക് തന്നെ തിരിച്ചു വരാം. അനുമോൾക്ക് പേഴ്സണലി എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ ഗെയിം കളിക്കുന്നതിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങളും അത്തരത്തിൽ ഈ ഒരു കാര്യത്തെ അവിടെ ലീവ് ചെയ്യുക. അതൊരു പാസ്റ്റാണ്, അതൊരു പാസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പിസോഡിൽ ഈ പറയുന്ന കാര്യങ്ങൾ എപ്പിസോഡിൽ കാണിക്കുകയാണെങ്കിൽ അത് ബിഗ് ബോസ് ചെയ്യുന്നത് ഒരു മോശം കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അനുമോൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണത്. അനുമോൾ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത് 100% അറിയാണ്. പിന്നെ ബിഗ് ബോസ് അവിടെ വിളിച്ചു കൂവി പറയുന്നുണ്ട്. അതായത് ഇവിടെ ഡ്രസ്സിംഗ് മുറിയിൽ ആരും സംസാരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മൈക്ക് ധരിക്കുക എന്നൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ അനുമോളും ആദിലയും നൂറയും എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ ബിഗ് ബോസിന് ഇത്ര ക്യൂരിയോസിറ്റിയോ? ബിഗ് ബോസ് എന്തിനാണ് അത് നോക്കുന്നത്? ഞാൻ ബിഗ് ബോസിനെ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് പറയുന്നില്ല. കാരണം ഇങ്ങനൊരു ഷോ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അവർ ഒരുപാട് കാശൊക്കെ ചിലവാക്കി ചെയ്യുന്നതായിരിക്കാം. ബട്ട് ഓഫ് കോഴ്സ് അനുമോള് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ കാണിച്ചു എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞ് അനുമോളെ ഒരു ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുമോൾ അർഹിക്കുന്നില്ല എങ്കിൽ ഇതും അനുമോളുടെ ആ ഒരു പേരും പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസെ ഇത് ടെലികാസ്റ്റ് അല്ലെങ്കിൽ ലൈവിൽ കാണിച്ചത്? ഇനി എപ്പിസോഡിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ ശുഭം. അതിന്റെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇനി അത് പ്രൊമോയിലും കൂടെ ഇട്ട് ഹിറ്റ് ആക്കുകയോ? നിങ്ങൾക്ക് അങ്ങനെയും കൂടെ കിട്ടട്ടെ. എനിക്കെന്തോ അത് ഭയങ്കര ബോറായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ബിഗ് ബോസും പിന്നാലെ നടന്നിട്ട് അനുമോൾ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? അത്രയും കാര്യങ്ങൾ അവിടെ പുറത്ത് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബിഗ് ബോസ് അനുമോളുടെ പിന്നാലെ തന്നെ പോയ എന്തിനാണ്? എനിക്കത് അങ്ങനെ ചോദിക്കാനാണ് തോന്നുന്നത്. ഇതിന്റെ പേര് എന്തോ എനിക്കറിയത്തില്ല. ഇനി ഇതൊക്കെ നെഗറ്റീവായിട്ടൊക്കെ ബിഗ് ബോസിനെതിരെ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചാനലിന് എന്തെങ്കിലും സംഭവിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ശരി, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഏതായാലും ഇത് ഒരു വലിയൊരു കോണ്ടന്റ് ആയിട്ട് ഇനി ഉണ്ടാവരുത്, എപ്പിസോഡിൽ വരാതിരിക്കട്ടെ എന്ന് ഞാൻ എഗെയിൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ സീരിയൽ കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.